റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 25ാമത്തെ നിയമം ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തിയായി ജനിച്ചതല്ല, മറിച്ച് ഒരു വ്യക്തിയായി സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു നടനെപ്പോലെ നിങ്ങളുടെ സ്വഭാവം, രൂപം, സംസാരം എന്നിവയെല്ലാം നിങ്ങൾ സ്വയം നിർമ്മിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകും. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം നിങ്ങൾ ഒരു കലാകാരനെപ്പോലെ നിങ്ങളുടെ ജീവിതത്തെ ഒരു കലയായി മാറ്റുക എന്നതാണ്. നിങ്ങളുടെ ഭൂതകാലത്തെ മറക്കുക, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ പുതിയ സ്വഭാവത്തിന്റെ ഭാഗമാക്കുക. ഈ പുതിയ സ്വഭാവം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും അവരെ സ്വാധീനിക്കാനും സഹായിക്കും. ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിക്കാൻ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭൂതകാലത്തെ മറക്കുക. നിങ്ങൾ ആരായിരുന്നു എന്ന് ആളുകൾക്ക് അറിയില്ല. നിങ്ങളുടെ പഴയ സ്വഭാവം മറക്കുക. നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുക. നിങ്ങൾ ഒരു പുതിയ സ്വഭാവം നിർമ്മിക്കുക. അത് ധീരമായ, ആകർഷകമായ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സ്വഭാവമാകാം. നിങ്ങളുടെ രൂപം മാറ്റുക. നിങ്ങളുടെ വസ്ത്രധാരണം, മുടി, ശരീരഭാഷ എന്നിവയെല്ലാം നിങ്ങളുടെ പുതിയ സ്വഭാവത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റുക. നിങ്ങളുടെ പ്രശസ്തിയെ മാറ്റുക. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറുമ്പോൾ നിങ്ങളുടെ പ്രശസ്തിയും മാറുന്നു. ഇത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു നടനെപ്പോലെയാണ്. നിങ്ങൾ ഒരു പുതിയ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കഥാപാത്രം നിങ്ങൾക്ക് വലിയ അധികാരം നൽകും. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചാണക്യൻ. തക്ഷശിലയിലെ ഒരു പണ്ഡിതനായ വിഷ്ണുഗുപ്തൻ തന്റെ ഭൂതകാലത്തെ ഉപേക്ഷിച്ച് ചാണക്യൻ എന്ന പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ രൂപം, സംസാരം, ജീവിതരീതി എന്നിവയെല്ലാം ഒരു രാജകീയ ഉപദേഷ്ടാവിനെപ്പോലെയായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ കാരണം അദ്ദേഹം ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം ഒരു സാധാരണക്കാരനായ പണ്ഡിതനിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന വ്യക്തിയായി സ്വയം മാറി. ഈ മാറ്റം കാരണം അദ്ദേഹത്തിന് നന്ദരാജാവിനെ പരാജയപ്പെടുത്താനും മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാനും കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ മഹേന്ദ്ര ബാഹുബലി. മഹേന്ദ്ര ബാഹുബലി ഒരു സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചത്. എന്നാൽ താൻ ഒരു രാജകുമാരനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. അവൻ തന്റെ സ്വഭാവം, രൂപം, യുദ്ധതന്ത്രങ്ങൾ എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെയാക്കി മാറ്റി. ഈ മാറ്റം കാരണം അവന് തന്റെ അധികാരം വീണ്ടെടുക്കാനും ബല്ലാലദേവയെ പരാജയപ്പെടുത്താനും കഴിഞ്ഞു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ അദ്ദേഹം തന്റെ സൈനിക ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടി. അദ്ദേഹത്തിന് ഒരു വലിയ സൈനിക നേതാവാകാൻ ആഗ്രഹമുണ്ടായി. അതിനാൽ അദ്ദേഹം ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ സംസാരം, വസ്ത്രധാരണം, യുദ്ധതന്ത്രങ്ങൾ എന്നിവയെല്ലാം ഒരു ചക്രവർത്തിയെപ്പോലെയായി. ഈ മാറ്റം കാരണം അദ്ദേഹത്തിന് ഫ്രാൻസിന്റെ ചക്രവർത്തിയാകാൻ കഴിഞ്ഞു. സിനിമ. ത്രൂ ദി വിൻഡ്. ഈ സിനിമയിലെ നായകൻ ഒരു സാധാരണ കർഷകനാണ്. എന്നാൽ അയാൾക്ക് വലിയൊരു മോഷ്ടാവാകാൻ ആഗ്രഹമുണ്ട്. അതിനാൽ അയാൾ തന്റെ രൂപം, പേര്, ജീവിതരീതി എന്നിവയെല്ലാം മാറ്റുന്നു. ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിക്കുന്നതിലൂടെ അയാൾക്ക് ഒരുപാട് മോഷണങ്ങൾ നടത്താൻ കഴിഞ്ഞു. ചരിത്രം. അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കൺ ഒരു സാധാരണ മരപ്പണിക്കാരന്റെ മകനായിരുന്നു. എന്നാൽ അയാൾക്ക് ഒരു വലിയ രാഷ്ട്രീയ നേതാവാകാൻ ആഗ്രഹമുണ്ടായി. അതിനാൽ അയാൾ തന്റെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുകയും തന്റെ സംസാരരീതി മാറ്റുകയും ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ മാറ്റം കാരണം അയാൾക്ക് അമേരിക്കയുടെ പ്രസിഡന്റാകാൻ കഴിഞ്ഞു. സിനിമ. ജോക്കർ. ജോക്കർ എന്ന കഥാപാത്രം ഒരു സാധാരണക്കാരനായ ആർത്തർ ഫ്ലെക്കാണ്. എന്നാൽ അയാൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞില്ല. അതിനാൽ അയാൾ തന്റെ രൂപം, ചിരി, സംസാരം എന്നിവയെല്ലാം മാറ്റി ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. ഈ മാറ്റം കാരണം ജോക്കർക്ക് ഗോതം നഗരത്തിലെ ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. ചരിത്രം. റിച്ചാർഡ് നിക്കോളസ്. റിച്ചാർഡ് നിക്കോളസ് ഒരു സാധാരണ വക്കീലായിരുന്നു. എന്നാൽ അയാൾക്ക് ഒരു വലിയ രാഷ്ട്രീയ നേതാവാകാൻ ആഗ്രഹമുണ്ടായി. അതിനാൽ അയാൾ തന്റെ രൂപം, സംസാരരീതി എന്നിവയെല്ലാം മാറ്റി ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. ഈ മാറ്റം കാരണം അയാൾക്ക് അമേരിക്കയുടെ പ്രസിഡന്റാകാൻ കഴിഞ്ഞു. സിനിമ. ഫോറസ്റ്റ് ഗംപ്. ഫോറസ്റ്റ് ഗംപ് എന്ന കഥാപാത്രം വളരെ ലളിതനാണെന്ന് തോന്നുന്നു. എന്നാൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. അയാൾ തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. ഈ മാറ്റം കാരണം അയാൾക്ക് വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞു. ചരിത്രം. മഡോണ. മഡോണ ഒരു സാധാരണ ഗായികയായിരുന്നു. എന്നാൽ അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരിയാകാൻ ആഗ്രഹമുണ്ടായി. അതിനാൽ അവർ തന്റെ രൂപം, സംഗീതം, ജീവിതരീതി എന്നിവയെല്ലാം മാറ്റി. ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിക്കുന്നതിലൂടെ അവർക്ക് വലിയ പ്രശസ്തി നേടാൻ കഴിഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയുടെ രോഗം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. അദ്ദേഹം തന്റെ രോഗിയുടെ വിശ്വാസം നേടാൻ വേണ്ടി തന്റെ സ്വഭാവം, സംസാരരീതി എന്നിവയെല്ലാം മാറ്റുന്നു.
ഈ മാറ്റം കാരണം അദ്ദേഹത്തിന് ഗംഗയെ ചികിത്സിക്കാൻ കഴിഞ്ഞു